ഹലോ എവരിവൺ, ഞാൻ Dr.Xavier. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആയുർവേദ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അതായത് രോഗങ്ങളില്ലാതെ സ്വസ്ഥമായ ശരീരത്തോടും മനസ്സോടും കൂടെ രോഗങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കും. നമ്മുടെ ഇമ്മ്യൂണിറ്റി നിലനിർത്തി രോഗപ്രതിരോധ ശേഷി നിലനിർത്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ശീലിക്കേണ്ട ചില നിത്യജീവിതത്തിൽ നിങ്ങൾ പകർത്തേണ്ട ചില സംഗതികൾ ഇന്നിവിടെ പറയാം. വളരെ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കാവുന്ന, നമുക്ക് പലർക്കും കേരളീയർ ഇത് ശീലിച്ചു വരുന്ന കാര്യങ്ങളും തന്നെയാണ്. ഓക്കെ, ഇതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഇതിനായിട്ട് നമുക്ക് കുളി കഴിഞ്ഞാലേ രാസനാദിപൊടി തിരുമുന്ന ശീലമുള്ളവരുണ്ട് നമ്മുടെ വീട്ടിൽ. പണ്ട് മുതലേ നമ്മുടെ കാരണന്മാരൊക്കെ ചെയ്തു വരുന്നതാണ്. ഇത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ ഡസ്റ്റ് അലർജിയും സ്നീസിങ്ങും തുമ്മലും, രാവിലെ എഴുന്നേറ്റ ഉടനെ ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ തുമ്മ, കുളി കഴിഞ്ഞ ഉടനെ കുറേ തുമ്മ, ഇവർക്കൊക്കെ സാധാരണ കാണുന്ന സംഗതി നേസൽ പോളിപ്പ്, അതായത് മൂക്കിൽ ദശ വളരുക, അല്ലെങ്കിൽ സെപ്റ്റൽ ഡീവിയേഷൻ, മൂക്കിൻ്റെ പാലത്തിന് ചെരിവുണ്ടാവുക, ഇത്തരം അവസ്ഥകളുണ്ടാവും. ഇത് കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ ആസ്മയൊക്കെ ആയിട്ട് മാറും. ഇത്തരക്കാർക്ക് അതുപോലെ ശിരസിനെ ആശ്രയിച്ച് എന്ത് കഫക്കെട്ടോ സൈനസോ സ്നീസിങ്ങോ സൈനുസൈറ്റിസോ ടോൺസിലൈറ്റിസോ മൂക്കടപ്പോ മൂക്കൊലിപ്പോ റൈനൈറ്റിസ്, അലർജിക് സ്നീസിങ്, അലർജിക് ആസ്മ, ഇത്തരം എന്ത് കണ്ടീഷനുള്ളവരും ഇത് ശീലമാക്കണം. നല്ല കമ്പനിയുടെ രാസനാദി ചൂർണം വാങ്ങിക്കുക, 2 നുള്ളെടുക്കുക, കുളി കഴിഞ്ഞ ഉടനെ നെറുകയിൽ അസലായിട്ട് തിരുമുക. അത് കഴിഞ്ഞിട്ട് ആ മുടിയിൽ ഇങ്ങനെ ചെറിയ ചുവപ്പ് നിറം ഉണ്ടാവും. അത് ഇഷ്ടമായില്ലെങ്കിൽ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് കളയാം. എന്നിട്ട് ആ വിരലൊന്ന് മടപ്പിക്കുകയും ചെയ്യാം. ഇത്രയും ഇത് ശീലമാക്കിയാൽ, നിത്യേന ശീലിച്ചാൽ, ഈ ശിരസിൽ കഫക്കെട്ടുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും, കഴുത്തിൽ നീരിറക്കം ഉണ്ടാവുക, അതുപോലെ ഇത്തരം മുൻപറഞ്ഞ രോഗങ്ങളുണ്ടാവുക, തലവേദന ഉണ്ടാവുക, മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളവർ, ഇവർക്കെല്ലാം കുളി കഴിഞ്ഞ ഉടനെ രാസനാദിപൊടി തിരുമുന്നത് ശീലമാക്കുക. ഇനി കുളിക്കുന്നില്ലെങ്കിലും നമ്മളിപ്പോൾ ചെറുതായിട്ട് പനിയോ നീർക്കോളോ അല്ലെങ്കിൽ ജലദോഷം കൂടുതൽ അനുഭവപ്പെടുന്ന ദിവസങ്ങൾ തല കുളിക്കരുത് ആചാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുളിക്കുന്നില്ലെങ്കിലും രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് 2 നുള്ള് രാസനാദി ചൂർണം നെറുകയിൽ തിരുമാം. ഈ അവസ്ഥയ്ക്ക് ശമനം ലഭിക്കുന്നതിന് സഹായകമാകും. ഇനി രാസനാദിപൊടിക്ക് വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമുക്ക് കലശലായ തലവേദന അനുഭവപ്പെടാന്നൊക്കെ ഇത്തിരി രാസനാദിപ്പൊടി എടുത്തിട്ട് അതിലല്പം ആവണക്കെണ്ണ ചേർത്തിട്ട് നന്നായിട്ട് ചാലിക്കുക. എന്നിട്ട് അത് നെറ്റിയിൽ പുരട്ടിയിട്ടിട്ട് കണ്ണടച്ച് കിടന്നുറങ്ങി നോക്കി, തലവേദന ശമിക്കും. ഇനി കഫക്കെട്ട് കൂടുതലുണ്ട്, ജലദോഷം കൂടുതലുണ്ട്, അല്പം രാസനാദിപ്പൊടിയിൽ ഇച്ചിരി പനിക്കൂർക്കയില നീര് പിഴിഞ്ഞെടുത്തിട്ട് ഈ രാസനാദിപ്പൊടി ചെറുതീകരിച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ അതിങ്ങനെ പശ പോലെ വരും. ആ പശയായി വരുന്ന സമയത്ത് അത് നല്ലപോലെ തണുത്തതിന് ശേഷം നെറുകയിൽ ഒരു രൂപ വട്ടത്തിൽ ഇങ്ങനെ പതിച്ച് വയ്ക്കുക. അതൊരു അരമണിക്കൂർ കഴിയുമ്പോൾ തുടച്ച് കളയാം. തല കുളിക്കരുത്. ഇതൊരു 5 ദിവസം അടുപ്പിച്ച് ചെയ്യുക. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ കഫം ശിരസിന്ന് ഇറങ്ങി വരിക, അല്ലെങ്കിൽ ജലദോഷം ഉണ്ടാവും, മൂക്കൊലിപ്പ് ഉണ്ടാവുക, കോൾഡ്, ഇത്തരം കണ്ടീഷനൊക്കെ ശമനം ലഭിക്കുന്നതിന് സഹായിക്കും. ഇനി നമുക്ക് മുട്ടിലോ കൈമുട്ടിലോ കാൽമുട്ടിലൊക്കെ നീരും വേദനയും, പ്രത്യേകിച്ച് രക്തവാത രോഗികൾ, അതല്ലെങ്കിൽ തന്നെ എവിടെയെങ്കിലും തട്ടിയിട്ടോ മുട്ടിയിട്ടോ ഒക്കെ വേദനയൊക്കെ അനുഭവപ്പെടുക നോക്കി, രാസനാദിപൊടി കയ്യിലുണ്ടോ നോക്കി, അല്പം രാസനാദി ചൂർണം ഈ ആവണക്കെണ്ണ ചേർത്ത് ചാലിക്കുക, ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് ആ മുട്ടിൽ കാൽമുട്ടിലെ വേദനയുള്ള ഭാഗത്ത്, കൈമുട്ടിലോ കാൽമുട്ടിലോ എവിടെ വേദനയുള്ളതെന്ന് വെച്ചാൽ അവിടെ പുരട്ടിയിട്ട് നോക്കി ഈ വേദന ശമിക്കുന്നതിന് സഹായകമാവും. അപ്പോൾ അങ്ങനെ രാസനാദിപൊടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. രാസനാദി ചൂർണം എന്താണെന്ന് അറിയാത്ത മലയാളി ഇല്ല. ഇനി ആരെങ്കിലും അത് ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ശീലമാക്കണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇത്തരം രോഗാവസ്ഥകളുണ്ടെങ്കിൽ. ഇത് രോഗമില്ലാത്തവരും ഈ ശിരസിനെ ആശ്രയിച്ചുണ്ടാകുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നതിന് സഹായകമാവും. അപ്പോൾ അതുകൊണ്ട് ഇത് നിത്യേന ശീലമാക്കുക. നല്ല കമ്പനികളുടെ രാസനാദി ചൂർണം വാങ്ങിക്കുക. ഇത് ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയ്ക്ക് ഇത് നെറുകയിൽ തിരുമ്പോൾ ചെറിയൊരു ചുവപ്പ് നിറം ഉണ്ടാവും, ശരിയാണ്. അതിൻ്റെ പേരിൽ ഇത് ഒഴിവാക്കരുത്. നിങ്ങളത് തിരുമ്മിയതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് ശീലമാക്കി കഴിഞ്ഞാൽ ഇത്തരം പ്രത്യേകിച്ച് തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ, അതുപോലെ AC കൂടുതൽ സമയം ജോലി ചെയ്യുന്നവർ, ഇവർക്കൊക്കെ ഈ കഫസംബന്ധമായ രോഗങ്ങൾ ശിരസിനെ ആശ്രയിച്ച് വരാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ശിരസ് കഫദോഷത്തിൻ്റെ സ്ഥാനമാണ്. അതുകൊണ്ടാണ് തണുപ്പ് തട്ടുമ്പോൾ കഫം വർദ്ധിച്ച് നിങ്ങൾക്ക് ഇത്തരം രോഗങ്ങൾ ഉണ്ടാവണേ. അപ്പോൾ അതിന് നിങ്ങൾ വലിയ സർജറിയോ അല്ലെങ്കിൽ ഒരുപാട് നേസൽ സ്പ്രേ, സ്റ്റിറോയിഡ് സ്പ്രേകൾക്കോ ഒന്നും പോകേണ്ട കാര്യമില്ല. നിത്യേന രാസനാദി ചൂർണം തിരുമുന്നത് ശീലമാക്കുക. തണുപ്പുള്ള സംഗതികൾ, ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും ഒക്കെ ഒഴിവാക്കുക. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് തട്ടി കഴിഞ്ഞാൽ കഫം വർദ്ധിക്കും. ശിരസിനെ ആശ്രയിച്ചുണ്ടാകുന്ന ഈ രോഗങ്ങൾ മുഴുവൻ ശിരസ് കഫത്തിൻ്റെ സ്ഥാനം തന്നെയാണ്. അപ്പോൾ തണുപ്പ് കിട്ടുമ്പോൾ കഫം വർദ്ധിക്കുമ്പോൾ ഇത്തരം രോഗങ്ങളൊക്കെ കൂടും. അപ്പോൾ അതുകൊണ്ട് തണുപ്പ് ഒഴിവാക്കുക, ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും ഒക്കെ ഒഴിവാക്കുക. AC ഉപയോഗിക്കുന്നപ്പോൾ ജോലി സ്ഥലത്ത് AC ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബാക്കി സംഗതികളൊക്കെ, കുടിക്കുന്ന വെള്ളവും ഭക്ഷണം കഴിക്കുന്നതും കുളിക്കുന്നതും എല്ലാം ചൂടോടെ ആക്കാൻ ശ്രമിക്കുക. പിന്നെ AC യുടെ നേരെ താഴെയൊക്കെ ഒഴിവാക്കുക. AC കൂട്ടിയിടാൻ നോക്കുക.
26 ഡിഗ്രീസോ 28 ഡിഗ്രീസോ ഒക്കെ ഇടാൻ ശ്രമിക്കുക. ഒരു കോമൺ ഓഫീസാണെങ്കിൽ നിങ്ങൾക്ക് മാത്രം സാധിക്കില്ല. നിങ്ങൾ ഇൻഡിവിജ്വലി നിങ്ങളുടെ ഓഫീസിൽ AC കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു 26 ഡിഗ്രീസൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വിഷയം കൂടെ, ഞാനൊരു ഇംഗ്ലീഷ് വേർഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ചാനലിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് അപ്ഡേറ്റ്സ് ഉണ്ടാവും. നിങ്ങളുടെ സഹപ്രവർത്തകർക്ക്, നിങ്ങൾ പുറമേയൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് ഉപകാരപ്പെടുമെങ്കിൽ അവർക്കും കൂടെ ആ ഇംഗ്ലീഷ് വേർഷൻ വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഞാൻ നിർത്തുന്നു. ഡോക്ടർ സേവ്യർ, ആദ്യം ആയുർവേദം.